ആദ്യത്തെ ചോദ്യം, ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, ചീത്ത പ്രവൃത്തി ചെയ്യുന്നവർക്ക് എൻ്റെ പേർ ലഭിക്കയില്ല. ഒരു മലയാള പുരുഷനാമമാണ് എനിക്കുള്ളത്, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഉത്തമൻ. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. യെശയ്യാവ് 32:8. ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കയില്ല. യെശയ്യാവ് 32:5. മലയാള പുരുഷനാമം ഉത്തമൻ. അടുത്ത ചോദ്യം, ന്യായത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം സിയോൻ. യെശയ്യാവ് 1:27. അടുത്ത ചോദ്യം, ഒരേ ശുശ്രൂഷയും ചെയ്തിട്ടുള്ള ഒരേ പേരിൽ അറിയപ്പെട്ട 3 പേർ. ഈ പേരിൽ മറ്റൊരു വ്യക്തി പ്രവചന ശുശ്രൂഷയും ചെയ്തിട്ടുണ്ട്, എങ്കിൽ അത് ആരാണ്? ഉത്തരം ഊരിയാവ്. പുരോഹിത ശുശ്രൂഷ. 3 പേർ. ആഹാസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ പുരോഹിതൻ. 1 രാജാക്കന്മാർ 16:11. യെസ്രയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ബാബേലിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ആലയം വക ഉപകരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും തൂക്കിക്കൊടുത്തത് ഊരിയ പുരോഹിതന്റെ മകനാണ്, മെരോമോത്ത്. യെശയ്യാവ് 8:33. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വിശ്വസ്ത സാക്ഷിയായ ഊരിയ പുരോഹിതൻ. യെശയ്യാവ് 8:2. പ്രവാചകനായ ഊരിയാവ് യെഹോയാക്കീം രാജാവിനോട് ദൂത് പറഞ്ഞ പ്രവാചകൻ. യിരെമ്യാവ് 26:20-21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സിയോനിൽ നിന്നും പുറപ്പെടുന്നത് എന്താണ്? ഉത്തരം ഉപദേശം. യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു അധ്യായത്തിലെ അടുത്തടുത്തുള്ള വാക്യങ്ങളിൽ എത്ര ആഡംബര വസ്തുക്കളെക്കുറിച്ച് പറയുന്നു? അതിൽ ശരീരങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏതെല്ലാം? ആരാണ് ഈ ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത്? ഉത്തരം 21 ആഡംബര വസ്തുക്കൾ. യെശയ്യാവ് 3:16 മുതൽ 23 വരെ. കാൽ ചിലമ്പ്, നെറ്റി, നെറ്റിപ്പട്ടം, കാത്, കാതില, തല, തലപ്പാവ്, കൽത്തള, മൂക്ക്, മൂക്കുത്തി, മേലാട. ഈ ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത് സിയോൻ പുത്രിമാർ. പറയാതിരിക്കാൻ കഴിയില്ല, യേശു ഇഹലോകത്തിൽ വന്നു പോയിട്ട് ഏകദേശം 2025 വർഷത്തിൽ പരമായി. അതിനും ഏകദേശം 650 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകന്റെ കാലത്തും സ്ത്രീകളുടെ ആഡംബരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രവാചകൻ എണ്ണി പറയുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് ലോകം അതിൽ നിന്നും എത്രയോ മുന്നോട്ട് പോയി ആഡംബരത്തിൽ. അടുത്ത ചോദ്യം, യഹൂദയിൽ നിന്നും യെരൂശലേമിൽ നിന്നും നീക്കിക്കളയുന്നതിൻ്റെ സംഖ്യ എത്രയാണ്? ഉത്തരം 15. യെശയ്യാവ് 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബൈബിളിൽ 3 പുസ്തകത്തിൽ മാത്രമേ ഈ പ്രകൃതി വസ്തുവിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളൂ. ചരിത്രത്തിൽ 7 എന്ന സംഖ്യയ്ക്ക് ഇതുമായി ബന്ധമുണ്ട്. എന്നാൽ എന്താണ്? ഉത്തരം കന്മഴ. പുറപ്പാട് പുസ്തകത്തിൽ 7-ാം പാത. പുസ്തകങ്ങൾ പുറപ്പാട്, യെശയ്യാവ്, വെളിപ്പാട്. ഈ പുസ്തകങ്ങളിലാണ് കന്മഴയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സിയോൻ പുത്രിയുടെ മലിനത മാറ്റുന്ന കാറ്റുകൾ ഏതൊക്കെയാണ്? ഉത്തരം ന്യായവിധിയുടെയും ദഹനത്തിൻ്റെയും കാറ്റുകൾ. യെശയ്യാവ് 4-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ശമരിയയുടെ തല ഏതാണ്? ഉത്തരം രെമല്യാവിൻ്റെ മകൻ. യെശയ്യാവ് 7:9. അടുത്ത ചോദ്യം, 5 അക്ഷരവാക്ക്, പുരയിടം, ഒരു മൃഗം, തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്, കടലിലുള്ളത്, പ്രകാശത്തിന് ഉപയോഗിക്കുന്നത്. ഈ വാക്കിനകത്ത് ഈ അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ കാണാം, എങ്കിൽ ആ 5 അക്ഷരവാക്ക് ഏതാണ്? ഉത്തരം 5 അക്ഷരവാക്ക് വിളക്കുതിരി, പുരയിടം, വിള, ഒരു മൃഗം, കുതിര. തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് തിരി, കടലിലുള്ളത് തിര, പ്രകാശത്തിന് ഉപയോഗിക്കുന്നത് വിളക്ക്. യെശയ്യാവിൻ്റെ പ്രവചനം 43:17. അടുത്ത ചോദ്യം, തീ പോലെ കത്തുന്നത് എന്താണ്? ഉത്തരം ദുഷ്ടത. യെശയ്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു ജന്തുവിൻ്റെ പേരിനകത്ത് 2 ചെടികൾ ചേർന്ന ഒറ്റപ്പദം, എങ്കിൽ ആ പദം ഏതാണ്? ഉത്തരം വേഴാമ്പൽ. യെശയ്യാവ് 34:10. ചെടി വേഴം.
യെശയ്യാവ് 19:6 ആമ്പൽ. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കോൽ എന്താണ്? ഉത്തരം അശ്ശൂർ. അടുത്ത ചോദ്യം, വൃക്ഷം, നിലം എന്നിവ ചേർന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം മരക്കണ്ടം. വൃക്ഷം, മരം, കണ്ടം, നിലം. യെശയ്യാവ് 40:20. അടുത്ത ചോദ്യം, പടക്കോപ്പ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം മിക്മാശിൽ. യെശയ്യാവ് 10:28. അടുത്ത ചോദ്യം, പൊട്ടിയാർക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം പർവ്വതം, വനം, സകല വൃക്ഷങ്ങൾ, യെരൂശലേമിൻ്റെ ശൂന്യപ്രദേശങ്ങൾ, നോവ് കിട്ടിയിട്ടില്ലാത്തവൾ, മലകൾ, കുന്നുകൾ. യെശയ്യാവ് 44:23, 49:19, 52:9, 54:1, 55:12. അടുത്ത ചോദ്യം, അണലിയുടെ പൊത്തിൽ കൈയിടുന്നത് ആരാണ്? ഉത്തരം മുലകുടി മാറിയ പൈതൽ. യെശയ്യാവിൻ്റെ പ്രവചനം 11:8. അടുത്ത ചോദ്യം, സ്വർണ്ണ നഗരം ഏതാണ്? ഉത്തരം ബാബേൽ. യെശയ്യാവിൻ്റെ പ്രവചനം 14:4. അടുത്ത ചോദ്യം, കരയുവാൻ പൂജാഗിരിയിൽ കയറുന്നത് ആരൊക്കെയാണ്? ഉത്തരം ബയീത്തും ദീബോനും. യെശയ്യാവ് 15:2. അടുത്ത ചോദ്യം, എങ്ങനെയാണ് മോവാബിൻ്റെ മഹത്വം തുച്ഛീകരിക്കപ്പെടുന്നത്? ഉത്തരം കൃഷിക്കാരൻ്റെ ആണ്ടുപോലുള്ള 3 ആണ്ടിനകം. യെശയ്യാവ് 16:14. അടുത്ത ചോദ്യം, രക്ഷയുടെ ദൈവത്തെ മറന്നത് ആരാണ്? ഉത്തരം യാക്കോബ്. യെശയ്യാവ് 17:4-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കഴുക് വേനൽ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം മുന്തിരിവള്ളിയും ചില്ലിയും. യെശയ്യാവ് 18:5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കനാൻ ഭാഷ സംസാരിച്ച മിസ്രൈമ്യരുടെ ഒരു പട്ടണം ഏതാണ്? ഉത്തരം സൂര്യനഗരം അല്ലെങ്കിൽ ഈർ ഹഹേരസ്. യെശയ്യാവ് 19:18. അടുത്ത ചോദ്യം, അശ്ദോദിനെ കീഴടക്കിയ രാജാവ് ആരാണ്? ഉത്തരം തർത്താൻ. യെശയ്യാവ് 20:1. അടുത്ത ചോദ്യം, 2 മതിലുകളുടെ മധ്യേ ജലാശയമുണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ. യെശയ്യാവ് 22:11. അടുത്ത ചോദ്യം, 70 വർഷത്തേക്ക് മറന്നു കിടക്കുന്നത് ആരെയാണ്? ഉത്തരം സോറിനെ. യെശയ്യാവ് 23:15. അടുത്ത ചോദ്യം, പ്രേതന്മാരെ പ്രസവിക്കുന്നത് ആരാണ്? ഉത്തരം ഭൂമി. യെശയ്യാവ് 26:19. അടുത്ത ചോദ്യം, ബലിപീഠത്തിലെ കല്ല് എങ്ങനെയാകും ഇടിച്ചു തകർത്തത്? ഉത്തരം ചുണ്ണാമ്പ് കല്ലുപോലെ. യെശയ്യാവ് 27-9 വാക്യം. അടുത്ത ചോദ്യം, വ്യാജ ശരണത്തെ നീക്കിക്കളയുന്നത് എന്താണ്? ഉത്തരം കന്മഴ. യെശയ്യാവിൻ്റെ പ്രവചനം 28:17. അടുത്ത ചോദ്യം, മനുഷ്യരിൽ സാധുക്കളായവർ ആനന്ദിക്കുന്നത് ആരിലാണ്? ഉത്തരം ഇസ്രയേലിൻ്റെ പരിശുദ്ധനിൽ. യെശയ്യാവ് 29:19. അടുത്ത ചോദ്യം, അനങ്ങാതെ ഇരിക്കുന്ന സാഹസക്കാർ ആരാണ്? ഉത്തരം മിസ്രൈമ്യർ. യെശയ്യാവ് 30:7. അടുത്ത ചോദ്യം, ജഡമാണ് ആത്മാവ് അല്ല ആരാണ്? ഉത്തരം മിസ്രൈമ്യരുടെ കുതിരകൾ. യെശയ്യാവ് 31:3. അടുത്ത ചോദ്യം, ഉത്സവങ്ങളുടെ നഗരം ഏതാണ്?
ഉത്തരം സിയോൻ. അടുത്ത ചോദ്യം, നീതിയുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ശാശ്വത വിശ്രാമവും നിർഭയതയും. യെശയ്യാവ് 32:17. അടുത്ത ചോദ്യം, ഇല പൊഴിക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം ബാശാനും കർമ്മേലും. യെശയ്യാവ് 33:9. അടുത്ത ചോദ്യം, യഹോവയ്ക്ക് യാഗമുള്ളത് എവിടെയാണ്? ഉത്തരം ബൊസ്രയിൽ. യെശയ്യാവ് 34:6. അടുത്ത ചോദ്യം, വഴിതെറ്റിപ്പോകാത്തവർ ആരാണ്? ഉത്തരം ഭോഷന്മാർ. യെശയ്യാവ് 35:8. അടുത്ത ചോദ്യം, ഹിസ്കിയാവിനെ ആക്രമിക്കാൻ വന്ന അശ്ശൂർ രാജാവ് ആരാണ്? ഉത്തരം സൻഹേരീബ്. യെശയ്യാവ് 36:1. അടുത്ത ചോദ്യം, ഹിസ്കിയാവിൻ്റെ മന്ത്രി ആരാണ്? ഉത്തരം യോവാഹ്. യെശയ്യാവ് 36:3. അടുത്ത ചോദ്യം, കൂശ് രാജാവ് ആരാണ്? ഉത്തരം തിർഹാക്ക. യെശയ്യാവ് 37:9. അടുത്ത ചോദ്യം, സൻഹെരീബിൻ്റെ അനന്തരാവകാശി ആരാണ്? ഉത്തരം ഏസർ ഹദ്ദോൻ. യെശയ്യാവ് 37:38. അടുത്ത ചോദ്യം, ഹിസ്കിയാവ് പാടിയ ഗീതം ഏതാണ്? ഉത്തരം തന്ത്രിനാദം. യെശയ്യാവ് 38:20. അടുത്ത ചോദ്യം, ബലദാന്റെ മകൻ ആരാണ്? ഉത്തരം മെരോദക് ബലദാൻ. യെശയ്യാവ് 39:1. അടുത്ത ചോദ്യം, നിർജ്ജന പ്രദേശത്ത് വെച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സരളവൃക്ഷവും പൈൻമരവും പുന്നയും. യെശയ്യാവ് 41:19. അടുത്ത ചോദ്യം, അറിയാത്ത പാതകളെ നടത്തുന്നത് ആരെയാണ്? ഉത്തരം കുരുടന്മാരെ. യെശയ്യാവിൻ്റെ പ്രവചനം 42:16. അടുത്ത ചോദ്യം, എൻ്റെ ഇടയൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കോരേശ്. യെശയ്യാവ് 44:28. അടുത്ത ചോദ്യം, രക്ഷ വിളയേണ്ടതിന് എന്താണ് തുറന്നു വരേണ്ടത്? ഉത്തരം ഭൂമി. യെശയ്യാവ് 45:8. അടുത്ത ചോദ്യം, രാജ്യങ്ങളുടെ തമ്പുരാട്ടി ആരാണ്? ഉത്തരം കൽദയപുത്രി. യെശയ്യാവ് 47:5-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഗർഭം മുതൽ വിശ്വാസവഞ്ചകൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം യാക്കോബ് ഗ്രഹം. യെശയ്യാവ് 48:1-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആകാശത്തെ പുതപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം രട്ടുകൊണ്ട്. യെശയ്യാവ് 50:3. അടുത്ത ചോദ്യം, ഭൂമിയിലെ നിവാസികൾ എങ്ങനെ ചത്തുപോകും? ഉത്തരം കൊതുക് പോലെ. യെശയ്യാവ് 51:6. അടുത്ത ചോദ്യം, പർവ്വതങ്ങളിൽ ആരുടെ കാലാണ് മനോഹരം? ഉത്തരം സുവാർത്ത ദൂതൻ്റെ. യെശയ്യാവ് 52:7. അടുത്ത ചോദ്യം, ദൈവം എന്തിൻ്റെ ഫലം സൃഷ്ടിക്കും? ഉത്തരം അധരങ്ങളുടെ. യെശയ്യാവ് 57:19. അടുത്ത ചോദ്യം, നിന്റെ ദേശത്തിന് എന്ത് പേരാകും? ഉത്തരം ബെയൂല, വിവാഹസ്ഥ. യെശയ്യാവ് 62:4. അടുത്ത ചോദ്യം, കാള എന്ന പോലെ വൈക്കോലും പുല്ലും തിന്നുന്നത് ആരെല്ലാമാണ്? ഉത്തരം സിംഹവും നെബൂഖദ്നേസറും. യെശയ്യാവ് 11:7, 65:25, ദാനിയേൽ 4:33. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ദൈവവേളയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വചനം അനേകർ പകർന്നു കൊടുക്കുന്ന പ്രിയാൻറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ.
യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.